മസ്ദൂർ സംഘ് ദേശീയ പ്രക്ഷോഭത്തിന്റെ ഭാഗമായി കാസർഗോഡ് പ്രകടനവും പൊതുസമ്മേളനവും നടത്തി. കറന്തക്കാട് നിന്ന് ആരംഭിച്ച തൊഴിലാളി പ്രകടനം കാസർഗോഡ് പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് സമാപിച്ചു. ഭാരതീയ മസ്ദൂർ സംഘ് ദേശീയ പ്രക്ഷോഭത്തിന്റെ ഭാഗമായി കാസർഗോഡ് പ്രകടനവും പൊതുസമ്മേളനവും നടത്തി. കറന്തക്കാട് നിന്ന് ആരംഭിച്ച തൊഴിലാളി പ്രകടനം കാസർഗോഡ് പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് സമാപിച്ചു. തുടർന്ന് നടന്ന പൊതുസമ്മേളനം BMS സംസ്ഥാന വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് പി മുരളീധരൻ കോഴിക്കോട് ഉദ്ഘാടനം ചെയ്തു. 2014 മുതൽ 2026 എത്തുമ്പോഴേക്കും 70 വർഷം ഭരിച്ച സർക്കാരുകൾ ചെയ്യാത്ത കാര്യം കഴിഞ്ഞ 12 വർഷം കൊണ്ട് ശ്രീ നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള ഭരണകൂടം ഇവിടെ ഉണ്ടാക്കിയെടുത്തു എന്ന് നമുക്ക് കാണാൻ സാധിക്കും. സമഗ്ര മേഖലയിലും മാറ്റങ്ങളാണ്. ഇപ്പോൾ നമ്മളിവിടെ നിൽക്കുമ്പോൾ ഇതിന്റെ മുകളിലെ റോഡടക്കം, എയർപോർട്ടുകൾ, റെയിൽവേ സ്റ്റേഷനുകൾ, എല്ലാ രംഗങ്ങളിലും അഭൂതപൂർവമായ പുരോഗതി. ഈ പുരോഗതിയുടെ ഒരു ഭാഗം ഈ രാജ്യത്തെ തൊഴിലാളികളുടെ സംഭാവനയാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. ഈ രാജ്യത്തെ തൊഴിലാളികളുടെ അഹോരാത്രമായ അധ്വാനത്തിന്റെ ഫലമായാണ് ഈ രാജ്യം ഈ നിലയിലേക്ക് ഉയർന്നു വന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഈ രാജ്യത്ത് വലിയ വലിയ മാറ്റങ്ങളുണ്ടായി. BMS ജില്ലാ പ്രസിഡന്റ് ഉപേന്ദ്രൻ കോട്ടക്കണി അധ്യക്ഷത വഹിച്ചു. 29 തൊഴിൽ നിയമങ്ങളെ 4 കോഡുകളായി ലേബർ കോഡ് കേന്ദ്ര സർക്കാർ നിയമമാക്കിയപ്പോൾ അതിലെ ഇൻഡസ്ട്രിയൽ റിലേഷൻ കോഡ്, ഒക്യുപ്പേഷൻ സേഫ്റ്റി ഹെൽത്ത് വർക്കിംഗ് കണ്ടീഷൻ കോഡിലെ തൊഴിലാളി ദ്രോഹ വ്യവസ്ഥ നീക്കം ചെയ്യുക, അംഗൻവാടി ആശാ വർക്കേഴ്സ് സ്കീം വർക്കേഴ്സിന്റെ ഓണറേറിയം വർദ്ധിപ്പിക്കുക, അവരെ സർക്കാർ ജീവനക്കാരായി അംഗീകരിക്കുക, ESI EPF പരിധി വർദ്ധിപ്പിക്കുക എന്നീ 12ഓളം ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് പ്രക്ഷോഭ സമരം സംഘടിപ്പിച്ചത്. BMS ജില്ലാ സെക്രട്ടറി KV ബാബു, BMS സംസ്ഥാന സമിതി അംഗങ്ങളായ VV ബാലകൃഷ്ണൻ, ഉണ്ണികൃഷ്ണൻ MK, T കൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. BMS ജില്ലാ വൈസ് പ്രസിഡന്റ് ഭരതൻ കല്യാൺ റോഡ് സ്വാഗതവും ജില്ലാ വൈസ് പ്രസിഡന്റ് ഗീതാ ബാലകൃഷ്ണൻ നന്ദിയും പറഞ്ഞു. BMS ജില്ലാ ഭാരവാഹികളായ ദിനേശൻ ബംബ്രാണ, മിനി ശ്രീനിവാസൻ, സുനിൽ മുല്ലച്ചേരി, അനിൽ B നായർ, ഗുരുദാസ് മധൂർ, പ്രദീപ് കേളോത്ത്, ഹരീഷ് കുദ്രേപ്പാടി, ഭാസ്കരൻ പൊയ്നാച്ചി, യശ്വന്തി മീഞ്ച, മനീഷ് ലീലാകൃഷ്ണൻ എന്നിവർ പ്രകടനത്തിന് നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്.